Welcome students. Standard 10, Chapter 4, Social Science 1, British Exploitation and Resistance. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറഞ്ഞ പാഠമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണം പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾക്കും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉദയത്തിനും വളർച്ചയ്ക്കും എങ്ങനെയാണ് സാധ്യമായെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ പാഠഭാഗം നമ്മൾ പഠിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക മേഖലയിലുണ്ടായ ചില മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ അധിനിവേശത്തെ എങ്ങനെ ചെറുത്ത് നിന്നു, വിവിധ സാംസ്കാരിക മേഖലകളിൽ നടന്ന നവീകരണം, അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. എ ഡേ ഇൻ ജനുവരി 1907 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, അതായത് ജനുവരിയിലെ ഒരു ദിനമാണ്. കൽക്കത്തയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു കർഷകൻ്റെ മകളുടെ വിവാഹമായിരുന്നു. അദ്ദേഹം മുറ്റത്തൊരുക്കിയ പന്തലിൽ ധാരാളം അതിഥികളുണ്ട്. അവരെല്ലാം അദ്ദേഹം മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗാംഗുലി എന്നാണ്. പക്ഷേ അതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗാംഗുലി അഭിമാനത്തോടുകൂടി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ ഗാംഗുലി എന്ന് പറഞ്ഞ കർഷകൻ്റെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ദ ബ്രിട്ടീഷേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ അവർ മിസറീസ് ഹാഡിൻ വി ഡിസൈഡ് ടു ബോയ്ക്കോട്ട് ദെയർ പ്രോഡക്ട്സ്. ബോയ്ക്കോട്ട് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ വസ്തുക്കൾ നമ്മൾ ഒഴിവാക്കുന്നു, വേണ്ടാന്ന് വെക്കുന്നു. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ പീപ്പിൾ ടു ബോയ്ക്കോട്ട് ദ ബ്രിട്ടീഷ് പ്രോഡക്റ്റ്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാരുടെ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ബഹിഷ്കരിക്കുവാൻ കാരണമായത്? എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി. അപ്പം ഈ രീതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് പ്രതികരിച്ചിരുന്നത്. പല തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദ ബ്രിട്ടീഷ് കോൺകോർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് യൂസിങ് മിലിറ്ററി ഫോഴ്സസ് ആൻഡ് ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ പിടിച്ചടക്കിയത് എങ്ങനെയാണ്? സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെ, അതായത് ഡിപ്ലോമാറ്റിക് പോളിസീസിലൂടെയുമാണ് പിടിച്ചടക്കിയത്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് പഠിക്കുന്നുണ്ട്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ സ്പാൻ ഓഫ് 100 years ബിറ്റ്വീൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757 ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 ദറ്റ് എ മേജർ പാർട്ട് ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം ഒരു 63% ഭാഗവും ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. അതായത് 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ സിംഹഭാഗവും നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയെടുത്തത്. ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ബാക്കി ശേഷിക്കുന്ന ഭാഗങ്ങൾ പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരുടെ കീഴിലുമായിരുന്നു. ദ റെസ്റ്റ് ഓഫ് ദ റീജിയൻസ് were ruled by the native kings who had been subjugated to the British. സബ്ജുഗേറ്റഡ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ ഉള്ളവ. അവിടെ നിങ്ങൾക്കൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റീജിയൻസ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മഞ്ഞ പാർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്, മഞ്ഞ കളറിൽ. അത് ഏകദേശം ഒരു 63% ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. ബാക്കി മൊത്തം ഇറ്റ് വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി റൂളേഴ്സ് ബട്ട് ഹൂ വർ സബ്ജുഗേറ്റഡ് ബൈ ദി ബ്രിട്ടീഷേഴ്സ്, സബ്ജുഗേറ്റഡ് ടു ദി ബ്രിട്ടീഷേഴ്സ്. ദി ഇമ്പാക്റ്റ് ഓഫ് ദി ബ്രിട്ടീഷ് പോളിസീസ്. അപ്പോൾ ബ്രിട്ടീഷ് പോളിസീസിൻ്റെ ഇമ്പാക്റ്റുകൾ എന്ന് വെച്ചാൽ നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന്. ചില ഭൂനികുതി വ്യവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായി, അതിലേക്ക് പോവാം. ഫാമേഴ്സ് വർ വൺ ഓഫ് ദ ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പം ഒന്നാമത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഏറ്റവും വലിയ വിക്ടിംസ് എന്ന് പറയുന്നത് കർഷകരായിരുന്നു. ഇറ്റ് വാസ് ദി ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ദാറ്റ് ഡിസ്ട്രോയ് ദി ബാക്ക് ബോൺ ഓഫ് ദി ഫാമേഴ്സ്. അപ്പോൾ ഫാമേഴ്സ് എങ്ങനെയാണ് ബുദ്ധിമുട്ടിലായെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ല് ഒടിച്ചത്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതിയുടെ ലക്ഷ്യം. നികുതിയുടെ ലക്ഷ്യം മൊത്തം ലാഭമാണ്, പരമാവധി വരുമാനം ഉണ്ടാക്കുക ബ്രിട്ടീഷുകാർക്ക്. ദ എയിം ഓഫ് ദ ടാക്സ് പോളിസി വാസ് ടു മാക്സിമൈസ് ദെയർ ഇൻകം. ദി ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ വേരിയസ് റീജിയൻസ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഡിഫറെൻറ്റ്. അപ്പം ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ പല തരത്തിലുള്ള നികുതി സമ്പ്രദായങ്ങളാണ് അവർ കൊണ്ടുവന്നത്.
അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ നിയമങ്ങളാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഫസ്റ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ഫസ്റ്റ് വൺ ഈസ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതൊക്കെ റീജിയൻസിലാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ. എളുപ്പത്തിനുണ്ട് BO എന്ന് ഓർക്കാം. ബംഗാൾ, ബീഹാർ, ഒറീസ റീജിയൻസ്. ദെൻ റൈറ്റ് വാരി സിസ്റ്റം, അത് സൗത്ത് ഇന്ത്യൻ റീജിയൻസിലാണ്. അപ്പോൾ വിച്ച് വാസ് ദി ലാൻഡ് റവന്യൂ സിസ്റ്റം പ്രിവെയിൽഡ് ഇൻ സൗത്ത് ഇന്ത്യൻ റീജിയൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് റൈറ്റ് വാരി എഴുതാം. അങ്ങനെ ചോദിക്കുള്ളൂ. പിന്നെ ചോദിക്കും വിച്ച് വാസ് ദി ലാൻഡ് റവന്യൂ സിസ്റ്റം പ്രിവെയിൽഡ് ഇൻ നോർത്ത് വെസ്റ്റ് റീജിയൻസ്, ദാറ്റ് ഈസ് മഹൽവാരി സിസ്റ്റം. അപ്പോൾ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് ഒന്നാമത്തേത്. ബംഗാൾ, ബീഹാർ, ഒറീസ. റൈറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ, മഹൽവാരി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ പ്രത്യേകതയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. 4 പോയിൻ്റ് വീതമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം 4 മാർക്കിൻ്റെ ചോദിച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 4 പോയിൻ്റൊക്കെ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദി പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം സെറ്റിൽമെൻറ്റ് ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ദി ജമീന്ദാർ. അപ്പം എളുപ്പമാണ്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുക്കുന്നത് ജമീന്ദാറന്മാർ ആയിരുന്നു, അല്ലെ ജമീന്ദാർ ആയിരുന്നു. ജമീന്ദാർ വാസ് ദി ഓണർ ഓഫ് ദി എൻറ്റയർ ലാൻഡ് വെർ ഹി ഹാഡ് ദി ജുറിസ്ട്രിക്ഷൻ ടു കളക്ട് ടാക്സ്. അപ്പം നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർ ആയിരുന്നു. പിന്നീട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വൈൽ ദ ജമീന്ദാർസ് ബിക്കം ദി ഓണേഴ്സ് ഓഫ് ദി ലാൻഡ് ദ ആക്ച്വൽ ഫാമേഴ്സ് ബിക്കം ടെനൻസ്. അപ്പോൾ ജമീന്ദാർമാർ ഭൂവുടമകളായതോടുകൂടി ഭൂമിയുടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഫാമേഴ്സ് വേർ ടു പേ 60% ഓഫ് ദി yield ആസ് ദ ടാക്സ്. വളരെ കഷ്ടമായിരുന്നു. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. പിന്നീടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദി ടൈം ഓഫ് ദ പോർ yield. ഇനി പോർ yield നല്ല വിളവ് കിട്ടിയില്ലെങ്കിൽ കൂടിയും ടാക്സ് കൊടുക്കണം. എന്താണ് ഇളവ് കിട്ടിയില്ലെങ്കിൽ ടാക്സ് ഒന്നും അവർ ഒഴിവാക്കിയിരുന്നില്ല. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് സ്ട്രിക്ട്ലി ബിഫോർ ദി കട്ട് ഓഫ് ഡേറ്റ്. പിന്നെ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിശ്ചിത തീയതിയിൽ തന്നെ നികുതി പണമായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന വസ്തുക്കളായിട്ടൊന്നും ആയിരുന്നില്ല, പണമായിട്ട്, അത് വിറ്റഴിച്ചിട്ടുള്ള പണമായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളായിട്ടായിരുന്നു കർഷകർ നികുതി കൊടുത്തിരുന്നത്, അല്ലാതെ പണമായിട്ടായിരുന്നില്ല. പിന്നീട് താഴെ നോക്കുക, അടുത്ത പാരഗ്രാഫ്. ലോർഡ് കോൺവാലിസ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇൻട്രൊഡ്യൂസ് ദി സിസ്റ്റം. അപ്പം ലോർഡ് കോൺവാലിസ് ആയിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നിയമം നടപ്പിലാക്കിയത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇൻ ദി റൈറ്റ് വാരി സിസ്റ്റം introduced in South India, the land revenue was collected directly from the farmers അല്ലെങ്കിൽ അതിൻ്റെ റയോട്ട്സ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അതായത് ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അപ്പോൾ കർഷകൻ്റെ കൈവശം ആയിരുന്നു. Though the ownership of the land was vested in the farmers, excessive tax impoverished them. അപ്പോൾ എന്താണ്, അമിതമായ നികുതി കർഷകരെ ദരിദ്രരാക്കി. impoverished them. പിന്നീട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് furthermore the tax rates were frequently increased. ഇത് കൂടാതെ ടാക്സിൻ്റെ നിരക്കെന്ന് പറയുന്നത് എന്താണ്, നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. ഇൻ മഹൽവാരി സിസ്റ്റം ദ വില്ലേജ് ഹെഡ്മാൻ വാസ് അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ടാക്സ്. അപ്പോൾ മഹൽവാരി സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുത്തിരുന്നത്. ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ് ഇൻ ദി സിസ്റ്റം ടു. ഈ സിസ്റ്റത്തിലും ടാക്സ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. ദ എൻറ്റയർ വില്ലേജ് അല്ലെങ്കിൽ എൻറ്റയർ ഗ്രാമം അല്ലെങ്കിൽ മഹൽ വാസ് കൺസിഡർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. അതായത് മഹൽ എന്നത് ഒരു യൂണിറ്റായി കണക്കാക്കിയിട്ട് നികുതി പിരിച്ച് എടുത്തിരുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം വ്യവസ്ഥ
എന്നിവയുടെ പ്രത്യേകതകൾ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് നിങ്ങളൊന്ന് ഒരു കോളം വരച്ച് എഴുതി മനസ്സിലാക്കി വെക്കുന്നത് നന്നായിട്ടിരിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ച് എടുക്കാനായിട്ടും സാധിക്കും. അങ്ങനെ ചെയ്യുക. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് The land revenue policies implemented by the British affected the agricultural sector. അപ്പോൾ ഈ നമ്മുടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ നമ്മുടെ കാർഷിക രംഗത്ത് വൻ പ്രഖ്യാതങ്ങളാണ് ഉണ്ടാക്കിയത്. എന്ത് പ്രഖ്യാതങ്ങളാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. When they were unable to pay tax in the form of money before the deadline, they had to take loan from money lenders at a high rate of interest. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, ഇവർക്ക് കൃത്യമായിട്ട് ടാക്സ് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, അവർക്ക് മണി ലെൻഡേഴ്സിൽ നിന്നും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പൈസ എടുക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ദ ലോൺസ് വേർ ഒബ്റ്റെയിൻഡ് ബൈ മോർഗേജിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. അപ്പോൾ ഇവർ കൃഷി ചെയ്തിരുന്ന സ്ഥലമൊക്കെ പണയം വെച്ചിട്ടായിരുന്നു ഇവർ ഈ പണം കണ്ടെത്തിയിരുന്നത്. കൃഷിയിടം പണയപ്പെടുത്തുക, മോർഗേജിങ് എന്ന് വെച്ചാൽ പണയപ്പെടുത്തുകയാണ്. അപ്പം ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഇവർ ഈടാക്കിയിരുന്നത്. The agricultural land of the farmers who could not pay back the loan and interest was seized by the money lenders. മിക്കവാറും ഇവർക്ക് ഈ കടവും പലിശയൊന്നും തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കിനും കർഷകരുടെ ഭൂമി ഈ കൊള്ള പലിശക്കാർ കൈയടക്കി. അപ്പോൾ കൊള്ള പലിശക്കാരുടെ പിടിയിലായിരുന്നു അന്നത്തെ കർഷകർ. അവർക്ക് ജീവിക്കുവാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവരവരുടെ ഭൂമി പാട്ടത്തിനൊക്കെ എടുത്തും അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭൂമിയിലൊക്കെ കൃഷി ചെയ്തും ഒക്കെ വരുന്ന ഒരവസ്ഥയിൽ നികുതി പണമായിട്ട് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഭൂമിയൊക്കെ പണയപ്പെടുത്തി അവർ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷെ അവസാനം ഒടുവിൽ ഇവർ ഈ പലിശക്കാരുടെ കൊള്ളപ്പലിശയ്ക്ക് ഇരയാകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തത് എന്താണെന്ന് നോക്കാം. കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ദി അഗ്രികൾച്ചർ. ബ്രിട്ടീഷുകാരുടെ കീഴിൽ നമ്മുടെ കർഷകരുടെ പിന്നീടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്തായിരുന്നു? കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം. അതായത് ബ്രിട്ടീഷുകാർ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഈ കൃഷിക്കാരുണ്ടാക്കണം. അവർക്ക് താല്പര്യമുള്ള വസ്തുക്കളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഉദാഹരണമായിട്ട് ഇൻഡിഗോ, കോട്ടൺ, ഷുഗർ കെയിൻ, ടീ, ജൂട്ട്, വീറ്റ് എന്നിങ്ങനെയുള്ള വസ്തുക്കൾ അവർ ഉണ്ടാക്കുവാനായിട്ട് അവർ കൂടുതൽ നിർബന്ധമുണ്ടായി. അപ്പം നോക്കാം. ട്രഡീഷണലി ദ പെസൻസ് ഇൻ ഇന്ത്യ വേർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ മെയിൻലി ടു പ്രൊഡ്യൂസ് തിങ്സ് ഓൺലി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ഫാമിലി ആൻഡ് ദി വില്ലേജ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിലെ കൃഷിക്കാരെന്ന് പറയുന്നത് അവരുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം ഗ്രാമത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ പരമ്പരാഗത കൃഷിയായിരുന്നു അവർ ചെയ്തു വന്നിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അതാണ് അവിടെ സംഭവിച്ചത്. ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് റൂൾ ദേ വർ കമ്പൽഡ് ടു കൾട്ടിവേറ്റ് ക്രോപ്സ് അക്കോർഡിംഗ് ടു ദി മാർക്കറ്റ് നീഡ്സ്. അപ്പം ഫാമിലിയുടെയും വില്ലേജിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ചായിരുന്നില്ല. പിന്നെ ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ മാർക്കറ്റ് നീഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവർ വസ്തുക്കൾ ഉണ്ടാക്കുവാൻ നിർബന്ധിതരായി. ആസ് എ റിസൾട്ട് കൊമേഴ്സ്യൽ ക്രോപ്സ് വർ ലാർജ്ലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. അപ്പോൾ ഫുഡ് ക്രോപ്സിന് പകരം ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് അവർ കൃഷി ചെയ്യുവാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ അല്ലെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അവർ കൃഷി ചെയ്യുവാനായിട്ട് നിർബന്ധിതരായി. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇതിനെയാണ് നമ്മൾ കൃഷിയിലെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. We have seen that the farmers had to pay high rate of tax in the form of cash before the deadline. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ പണമായി തന്നെ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ. അതിന് മുമ്പൊക്കെ അവർ എന്ത് വസ്തുക്കളാണോ നിർമ്മിച്ചിരുന്നത് ആ വസ്തുക്കളായിരുന്നു ടാക്സായിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇത് പണമായിട്ട് തന്നെ കൊടുക്കേണ്ടിയൊക്കെ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഈ ഡെഡ് ലൈൻ അവർ പറയുന്ന സമയത്തിന് മുൻപ് തന്നെ ഈ ടാക്സ് അടയ്ക്കണം, ആ സമയത്തിനുള്ള അടച്ചിരിക്കണം. ടു മീറ്റ് ദിസ് ദേ കൾട്ടിവേറ്റഡ് ദി ക്രോപ്സ് ദാറ്റ് ഹാഡ് ഹൈ മാർക്കറ്റ് പ്രൈസ്. ഇത് ഇങ്ങനെ ഈ ടാക്സ് കൃത്യമായിട്ടൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ പറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ അവർ കൃഷി ചെയ്തു.
അതിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളല്ലോ വസ്തുക്കൾക്ക്, അതുകൊണ്ട് അവരത് കൃഷി ചെയ്തു. ദ പ്രോഡക്റ്റ് ദാറ്റ് ഹാഡ് ഡിമാൻഡ് ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ്സ് വർ ഗിവൺ ഹയർ പ്രൈസ്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന വസ്തുക്കൾക്ക് വിപണിയിൽ നല്ല വില ലഭിച്ചു. അതുകൊണ്ടാണ് അവരങ്ങനെ കൃഷി ചെയ്തത്. ദസ് ദ ഇന്ത്യൻ ലാൻഡ്സ് ബിക്കം ദ കൾട്ടിവേറ്റിംഗ് ഫീൽഡ് ഓഫ് യൂറോപ്പ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ലാൻഡ് എന്തായി? യൂറോപ്പിനായി കൃഷി ചെയ്യുവാനായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഫ്രം ദി ടേബിൾ ബിലോ ഐഡൻറ്റിഫൈ ദ മേജർ ക്രോപ്സ് ദാറ്റ് വർ വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ ദാറ്റ് പീരീഡ്. അപ്പോൾ ആ സമയത്ത് കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിഗോ, ബംഗാൾ, ബീഹാർ എന്ന് വെച്ചാൽ നീലമാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. കോട്ടൺ, മഹാരാഷ്ട്ര, പഞ്ചാബ്. പരുത്തിയാണ്. ഷുഗർ കെയിൻ, ഉത്തർപ്രദേശ് എന്ന് വെച്ചാൽ കരിമ്പ്. ടീ, ആസാം, കേരള. തേയില. ജൂട്ട്, ചണം, ബംഗാൾ. വീറ്റ്, അത് ഗോതമ്പ്, പഞ്ചാബിൽ. അപ്പം ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞു. കണ്ടക്ട് ഡിസ്കഷൻ ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ഇത്രയും പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ തനിയെ എഴുതാൻ ശ്രമിക്കുക. ദെൻ ഇൻഡിഗോ റിവോൾട്ട് എന്താണ്? നീലം കർഷകരുടെ കലാപം. അതാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ള നീലം കർഷകരുടെ കലാപം, ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ ഹാഡ് ഹൈ പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നീലത്തിന് വിപണിയിൽ നല്ല വിലയുണ്ടായിരുന്നു. അതായത് തുണികൾക്ക് നിറം നൽകുന്ന ഒരു വസ്തു അതായിരുന്നു നീലം. നിറം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നീലം ഉപയോഗിച്ചിരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നീലം കൃഷി ചെയ്യുന്ന കർഷകരുടെ ചിത്രം അവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കുക. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഡൈയിങ് ഫോർ നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വെർ യൂസ്ഡ് ദെൻ. അന്നേരം വേറെ കൃത്രിമ നിറമൊന്നും ഇല്ലാതെ വന്നുകൊണ്ട് ഈ നീലമായിരുന്നു വസ്ത്രത്തിന് നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. വിത്ത് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ 18th century in England, textile industry gathered much momentum and the demand for indigo further increased. അപ്പോൾ നമുക്കറിയാം 18ാം നൂറ്റാണ്ടിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായല്ലോ. അപ്പോൾ ആ വ്യവസായ വിപ്ലവം ഉണ്ടായപ്പോഴത്തേക്കും തുണി നിർമ്മാണ രംഗത്താണ് ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. ആ കുതിച്ചുചാട്ടം ഉണ്ടായതോടുകൂടി നീലത്തിൻ്റെ ആവശ്യത്തിൽ നല്ലൊരു വർധനവാണ് ഉണ്ടായത്. അപ്പോൾ ധാരാളമായിട്ട് നീലം കൃഷി ചെയ്യുവാനായിട്ട് ഇവർ കർഷകരെ പ്രേരിപ്പിച്ചു. ഇറ്റ് വാസ് നെസസറി ഫോർ ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ടു ഗെറ്റ് ഇൻഡിഗോ പ്ലാന്റേഷൻ സ്പ്രെഡ് ടു മോസ്റ്റ് റീജിയൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നീലം കൃഷി ചെയ്യുവാനായിട്ട് ബ്രിട്ടീഷ് വ്യവസായികൾ തീരുമാനിച്ചു. അവർക്കത് അത്യാവശ്യമായിരുന്നു. അവർക്കത് ചെയ്യാനായിട്ട് അവർ പ്രേരിതരായി. ദേ ഗേവ് ദ ഫാമേഴ്സ് എ ഗുഡ് എമൗണ്ട് ആസ് അഡ്വാൻസ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ. അപ്പോൾ ഇതിന് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമേഴ്സിന് ഇവർ നല്ലൊരു എമൗണ്ട് അഡ്വാൻസും കൊടുത്തു. ദ ഫാമേഴ്സ് succumbed to the temptation of the company owners and widely planted indigo as they were in trouble with no other means to pay the heavy tax land. അപ്പോൾ ഈ കർഷകരെന്ന് പറയുന്നത് അവർക്ക് ഉയർന്ന നികുതി അടയ്ക്കണമല്ലോ. ബ്രിട്ടീഷുകാർ മണി ലെൻഡേഴ്സിനൊക്കെ ഉയർന്ന നികുതി, പലിശ അടയ്ക്കണം, പിന്നെ ടാക്സ് അടയ്ക്കണം. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിനും ഉയർന്ന ഭൂനികുതി അടയ്ക്കുവാനായിട്ട് ഇവർ വിഷമിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ കർഷകർ കമ്പനി ഉടമകൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അവർ പ്രലോഭനത്തിന് അവർ വഴങ്ങിക്കൊടുത്തു. എന്നിട്ട് അവർ നീലം കൃഷി ചെയ്തു. അപ്പം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇവർ പണം മുൻകൂറായിട്ടാണ് കൈപ്പറ്റിയിരുന്നത്. അപ്പം ദേ വർ ലയബിൾ ടു the plant indigo in a fixed portion of his land. അപ്പോൾ ബ്രിട്ടീഷ് each farmer who accepted the advance amount from the British was liable to plant indigo in a fixed portion of his land. അപ്പം ഇവരുടെ ഭൂമിയുടെ ഒരു നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യാനായിട്ട് കർഷകർ നിർബന്ധിതരായി. മാത്രമല്ല കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭാഗത്ത് വേണമായിരുന്നു ഇവർക്ക് ഈ കൃഷി ചെയ്യുവാനായിട്ട്. അതിനവർ നിർബന്ധിതരായി. ദി കൾട്ടിവേറ്റ് So the land used for the cultivation of the food grains was to be reserved for indigo plantation. അപ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമുള്ള സ്ഥലത്ത്, ഏറ്റവും നല്ല മണ്ണ്, നല്ല വളക്കൂറുള്ള സ്ഥലത്തായിരിക്കും ഇവർ ആദ്യമേ ഇവരുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൃഷി ചെയ്തിരുന്നത്. ആ സ്ഥലത്ത് ഇവർക്ക് ഇൻഡിഗോ പ്ലാന്റേഷൻ നടത്തുവാനായിട്ട് ഇവർ നിർബന്ധിതരായി. ഡ്യൂ ടു ദി ഇൻ്റർഫറൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഏജൻസ് ഇൻ ദ ഹാർവസ്റ്റിംഗ് സീസൺ ദ ഫാമേഴ്സ് റിസീവ്ഡ് ഓൺലി ലോ പ്രൈസ് ഫോർ ഇൻഡിഗോ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവർ ഈ പ്രലോഭനങ്ങളൊക്കെ വഴങ്ങി, ടാക്സും പേടിച്ച്, മണി ലെൻഡേഴ്സിനൊക്കെ കൊടുക്കേണ്ടതൊക്കെ പേടിച്ചിട്ട് ഇവർ ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞ പോലെയൊക്കെ കൃഷി ചെയ്തു. പക്ഷേ കൃഷി ചെയ്ത് അവസാനം എന്ത് സംഭവിച്ചു? വിളവെടുപ്പ് കാലത്ത് ബ്രിട്ടീഷ് ഏജൻറ്റുമാർ വന്നു. ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ഇവർക്ക് ലഭിച്ചുള്ളൂ.
അങ്ങനെ അവർ ബുദ്ധിമുട്ടിലായി. ലേറ്റർ വെൻ ദി ആർട്ടിഫിഷ്യൽ കളേഴ്സ് വെർ ഇൻവെൻറ്റഡ് ഇൻഡിഗോ ബിക്കം ഒബ്സലീറ്റ്. അപ്പോൾ പിന്നീട് കൃത്രിമ ചായങ്ങളൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി തുണികൾക്ക് നിറം നൽകാൻ നീലം ഒബ്സലീറ്റ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെയായി. അതോടുകൂടി കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. This made the plight of the farmers more miserable, for they had to use much of their lands for indigo cultivation. അപ്പോൾ ഇവിടെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നു. ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ജേർണലിസ്റ്റ്, പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദി പ്ലൈറ്റ് ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ് ഓഫ് ദ 19th century. അല്ലെ, 19th centuryയിലെ കർഷകരുടെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങളൊരു പത്രപ്രവർത്തനമാണെന്ന് സങ്കല്പിച്ച ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കാൻ തനിയെ ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ നന്നായിരിക്കും. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കുക. In 1859, the farmers of the Bengal organized themselves and declared that they were giving up indigo cultivation. They attacked indigo factories with the bows, arrows, swords and spears. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവരാകെപ്പാടെ പ്രതിസന്ധിയിലായി, ബുദ്ധിമുട്ടിലായി. അപ്പോൾ 1858 ബംഗാളിലെ കർഷകർ ഒരുമിച്ചിട്ട് അവരിനി നീലം കൃഷി ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അമ്പും വില്ലും വാളും കുന്തവുമായിട്ട് അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. അതിൽ സെവറൽ വുമൺ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിവോൾട്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റിവോൾട്ടിൽ ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തു. ദ റൈറ്റേഴ്സ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ദ ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സ് ആൻഡ് ദോസ് ഹു വർക്ക്ഡ് ഫോർ ദി ബ്രിട്ടീഷ്. അപ്പം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെയൊക്കെ ഈ കലാപത്തിൽ നിന്നും അവർ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ ഈ കലാപ പ്രദേശങ്ങളിലേക്ക് എത്തി കർഷകർക്ക് പിന്തുണ നൽകുകയും ഉണ്ടായി. അങ്ങനെ ഹിയറിംഗ് ദ ന്യൂസ് സെവറൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫ്രം കൽക്കട്ടയിൽ നിന്നും ബംഗാളിൽ വന്നിട്ട് റീച്ച് റിവോൾട്ട് ഏരിയാസ് ആൻഡ് എക്സ്റ്റെൻഡഡ് ദ സപ്പോർട്ട് എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ അവരെ സഹായിച്ചു. ദ റിവോൾട്ട് ഹാഡ് എ സ്ട്രോങ് എഫക്റ്റ് ഓൺ ദി ഗവൺമെൻറ്. ദ ഗവൺമെൻറ് ഇമ്മീഡിയറ്റ്ലി അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ്. അപ്പം ഇതേ തുടർന്ന് ഗവൺമെൻറ് പ്രതിസന്ധിയിലായി. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. അപ്പം ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺഇക്കണോമിക് ആൻഡ് പ്രപ്പോസ്ഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ കർഷകരുടെ പ്രക്ഷോഭത്തിനൊടുവിൽ വഴങ്ങി. അപ്പോൾ നീലം കൃഷി അൺഇക്കണോമിക്കാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് വൺ അടുത്തെന്ന് പറയുന്നത് പെസൻറ്റ് റിവോൾട്ട് ഇൻ കേരള. കേരളത്തിലുണ്ടായിട്ടുള്ള കർഷക കലാപമാണ് അടുത്ത പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.